കുറേ പെർഫ്യൂം അടങ്ങിയിട്ടുള്ള ഒരു സൂട്ട് കേസ് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥന്മാരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലേതൊക്കെ പെർഫ്യൂമാണ് ഉള്ളതെന്ന്. നല്ലതുണ്ടെങ്കിൽ അടിച്ച് മാറ്റാലോ. ഓക്കെ, സോറി ഗൈസ്, ദിസ് മൈ ഓൺ ലഗേജ്. ഫസ്റ്റ് 2 പെർഫ്യൂം ഫെന്നക്കിൻ്റെ 2 സാധനമുണ്ട്. ഒന്ന് ഫെന്നക് 23, ഒന്ന് ഫെന്നക്കിൻ്റെ സീഷെൽ. ഇത് ഫോളോവർ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടാണ്. പുള്ളിൻ്റെ അറബി യൂസ് ചെയ്തിട്ടാണ് ഇത് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഈ പോക്കിൽ സാധനം കിട്ടി. സീഷെൽ. ഓക്കെ, അയ്യോ നല്ല അടിപൊളി ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആട്ടാ. നൈസ്, ഐ ലവ്ഡ് ഇറ്റ്. 23. ഓ നൈസ്, ഓ നൈസ്. ഇതൊക്കെ ഒരു വെറൈറ്റി സ്മെല്ലാണ്. നൈസ്, ഐ ലവ്ഡ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ, ഇത് എക്സ്ബി പെർഫ്യൂമിൻ്റെ ഒരു മുഅത്തറാണ് കേട്ടോ. ഈ എക്സ്ബി പെർഫ്യൂം എന്നുള്ളത് നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. ഓക്കെ, ഇവർക്ക് 7 ഔട്ട്ലെറ്റുകളുണ്ട്. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് വല്ലാണ്ട് വരലില്ല. ഇത് മുഅത്തർ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. ഓ മുഅത്തറല്ല, ബഹൂറ. പിന്നെ പുകയിപ്പിച്ച് നോക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, അറീബ ഫ്രം റിഫ്സിൻ്റെ അറീബ. ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഗംഭീര പ്രസൻറ്റേഷൻ. ഇതിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടല്ലോ കേട്ടോ, അടിപൊളി പ്രസൻറ്റേഷൻ. ഓ, ബോട്ടിൽ വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ കിസ്സൻ്റെ 1 and onlyൻ്റെ ചെറിയ ടിസ്റ്റ്. ഓ നൈസ്, ഐ ലവ്ഡ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ, റാഹ ബൈ റാഷിദ് ഹൈദർ. ഇങ്ങനെയാണ് ഓ നല്ല പ്രസൻറ്റേഷൻ കേട്ടോ. ഓ, സാഫ്രോൺ ഉണ്ട്. ഊത് സാഫ്രോണ്, മെറ്റലിക് നോട്ട്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, സെൻറ്റ്യോറിൻ്റെ 313. ഓക്കെ, ഇങ്ങനെയാണ് ബോട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ സ്മെല്ല് മർജിൻ്റെ ഒരു ഡയറക്ഷൻ. മർജല്ല, ഇമ്പീരിയൽ വാലി അല്ല, പക്ഷേ അതിൻ്റെ ആ ഒരു ഡയറക്ഷനാണ്. ഇത് ഞാൻ അവിടെ നിന്ന് അടിച്ചു നോക്കിയിരുന്നു. നൈസ് വൺ. ദ നെക്സ്റ്റ് വൺ, എക്സ്പ്യൂൻ്റെ ലെതർ എക്സോട്ടിക്ക. ഇത് നല്ലൊരു ക്രിയേഷൻ ആട്ടത്. നല്ലൊരു മുഹല്ലത്ത് ടൈപ്പ്. അയ്യോ, നല്ലൊരു മുഹല്ലത്ത് ടൈപ്പ് ഒരു ഊതാണ്. ലെതർ എക്സോട്ടിക്ക. ദ നെക്സ്റ്റ് വൺ, എലിയൻ ദുബായ്. നമ്മുടെ കേളി ഫ്രാഗ്രൻസിൻ്റെ 2 പെർഫ്യൂമാണ്. ഒന്ന് ഇൻഫിനിറ്റി, ഒന്ന് ദ നെക്സ്റ്റ് വൺ ഹിമേറോസ്. അൺബോക്സ് ചെയ്ത് നോക്കാം. ഓ, ഐ ലവ് ദ പാക്കിംഗ്. ഓ, ഇറ്റ്സ് മാഗ്നറ്റിക്. ഓ മൈ ഗോഡ്. ഓ ഓ നൈസ്. ഓ മൈ ഗോഡ്, അടിപൊളി സ്മെൽ ഇട്ടത്. ഒരു വുഡി സ്പൈസി തീമാണ് വരുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഒരു അറബിക് അരോമ മിക്സ് ചെയ്തിട്ടുണ്ട്. ഐ ലവ്ഡ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ, ഇൻഫിനിറ്റി. ഇത് ഞാൻ പിന്നെ സ്മെൽ ചെയ്തിട്ടുണ്ട് അവിടുന്ന്. ദ നെക്സ്റ്റ് വൺ, ഓ മൈ ഗോഡ്, സൂപ്പർ. വെയിറ്റ് ഫോർ ദ റിവ്യൂ. സൂപ്പർ. ദ നെക്സ്റ്റ് വൺ, റിഫ്സിൻ്റെ നൂർ. ഇതിൻ്റെ പ്രസൻറ്റേഷൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ. എൻ്റെ മോനെ, വേറെ ലെവൽ പ്രസൻറ്റേഷൻ. ഓ, എന്താ അറ്റമൈസർ. ഇതൊരു വനില ടോഫി ക്രീമി കാരമൽ ആ ഒരു ഡയറക്ഷനാണ്. ഏതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, എന്നാലും ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ദ നെക്സ്റ്റ് വൺ, റിഫ്സിൻ്റെ മൊമെൻറ്റോ. ഓ മൈ ഗോഡ്, എന്നാ ബോട്ടിൽ നോക്കി. ബോട്ടിൽ രക്ഷയില്ല കേട്ടോ. ഇതൊരു സ്പൈസി സ്മെല്ലാണ്. ഏതിൻ്റെ ടൈക്കോണെന്ന് അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കട്ടെ. ദ നെക്സ്റ്റ് വൺ, ഹുലൂദ് സീരീസിൽ അവർ പുതിയ ഇറക്കിയതാണ്, ഹുലൂദ് ടബാക്ക്. ഇത് ഞാൻ സ്മെല്ല് ചെയ്തിരുന്നു കേട്ടോ. നൈസ് സ്മെല്ല്, ഹെവി ലാസ്റ്റിംഗ് ആണത്. ഇത് മെഗാമരൻ്റെ ടിസ്റ്റാണ്. നല്ല ടിസ്റ്റാണ്, നല്ല ടിസ്റ്റ്. ദ നെക്സ്റ്റ് വൺ, ജെനീസസ് കളക്ഷനിൽ എൻ്റെ സ്റ്റാർ സൈനിൽ വരുന്നതാണ് അരീസ്. ഞാൻ പറയണ്ടല്ലോ, ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. നൈസ്. ദ നെക്സ്റ്റ് വൺ, റിഫ്സിൻ്റെ ഗോൾഡൻ എലിക്സർ. ദ നെക്സ്റ്റ് വൺ, റിഫ്സിൻ്റെ ഗോൾഡൻ എലിക്സർ റിസർവ്. അപ്പോൾ ഏകദേശം 1 2 3 4 5 6 7 8 ഏകദേശം ഒരു 90 പെർഫ്യൂം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം പതുക്കെ ഇതിൻ്റെ ഓരോ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരും. ഇതിലേതാണ് ഫസ്റ്റ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബിലോ.